ദി എക്സൈറ്റിംഗ് പാർട്ട്. ഇത് ദം ചെയ്യാൻ വേണ്ടി പോവാണ്. എനിക്കിത് ലെയർ ആക്കാൻ മാത്രമുള്ള ചിക്കനൊന്നുമില്ല. സോ ഞാനിത് ഒറ്റ ലെയറിലാണ് ഇടാൻ പോകുന്നത്. അപ്പം റൈസൊക്കെ അടിപൊളിയായി വന്നിട്ടുണ്ട്. അപ്പം നമ്മൾ ഇതിൻ്റെ മേലോട്ട് റൈസ് ഇങ്ങനെ ഇടും. ഗരം മസാലയാണ്, അത് കുറച്ച് ഇങ്ങനെ തൂവും, ഉള്ളിയിടും. ഇനി നമ്മൾ ബിരിയാണി കുറച്ച് നേരം ദം ചെയ്യും. അതിനുവേണ്ടി ഞാനിങ്ങനെ ഫോയിൽ പേപ്പർ വെച്ച് കവർ ചെയ്തിട്ട് ഇതിനടുപ്പ് വെച്ചിട്ട് മൂടും. ഞാൻ പിന്നെ ഒരു കാര്യം മറന്നുപോയി. ഈ ബാക്കിയുള്ള ഈ കുറച്ച് നെയ്യ് ഞാൻ ഇതിലോട്ടൊന്നിങ്ങനെ തൂവട്ടെ. ഇന്ന് നമ്മൾ തുറക്കൂല. ഒരു അരമണിക്കൂർ ചെറിയ തീയിലിരുന്നിട്ട് ഇതൊന്ന് സെറ്റ് ആവട്ടെ. ഫൈനലി നമ്മൾ ദം പൊട്ടിക്കാൻ വേണ്ടി പോവാണ്. ഇനി നമ്മളിതൊന്ന് മിക്സ് ചെയ്യും. സെറ്റാക്കി ഇത് ഇളക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വിളമ്പാം. നമ്മളിനി വിളമ്പാൻ പോവാണ് കേട്ടോ. ഞാൻ മുട്ട പുഴുങ്ങിയിട്ടുണ്ട്. എനിക്ക് ബിരിയാണീൻ്റെ കൂടെ മുട്ട ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ അതെ ഞാനൊരു റായ്ത്ത ഉണ്ടാക്കിയിട്ടുണ്ട്. ഉള്ളിയൊന്നും ഇടാണ്ട് ഒരു സിമ്പിൾ റായ്ത്തയാണ് കേട്ടോ. ഇനി ഒരു നാരങ്ങ അച്ചാറും കൂടി ഉണ്ടെങ്കിൽ കെയിമായി. ഞാൻ കൈയൊക്കെ കഴുകിയിട്ട് വന്നു. ഇനി നമുക്ക് ടേസ്റ്റ് ടെസ്റ്റ്. കൊതിയിരുന്നു. അത് നമുക്ക് റൈസും ചിക്കനും മാത്രം കഴിച്ചാൽ കുറച്ച് വെക്കല്ലേ. ഞാൻ ഓവറാക്കല്ല, നല്ല ടേസ്റ്റ് ഉണ്ട്. ഇനി ഞാൻ ആസ്വദിച്ച് കഴിക്കട്ടെ. അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രേ ഉള്ളൂ. ടാറ്റാ.